റെഡിയാണോ? റെഡി. ഇപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു, വലിയ വിജയം നേടി. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആദ്യ സന്ദർശനം തന്നെ പാണക്കാട്ടേക്കാണ്. ഇവിടെ വരാറുണ്ട്. ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് പ്രത്യേകത ഉണ്ട്. നേരത്തെ ആ ഒരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കുവെക്കുന്നതിന് MLA എന്നുള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയം, കൂട്ടുത്തരവാദിത്വം, അതാണ് അവിടെ വിജയിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ചത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയും. കാരണം കേരളം ഒരു ഭയത്തിൻ്റെ നേരിലായിരുന്നു. അപ്പം അതിൽ നിന്നുള്ള മോചനം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് ഇത്. തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പറയുന്ന കാര്യമാണ്. അപ്പോൾ UDF നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒറ്റക്കെട്ടായി കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞം, അതിലേക്കുള്ള പ്രയാണമാണ് നടത്തുവാനുള്ളത്. അതിനെ നിയോഗമാകാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് UDF ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച വ്യക്തിത്വമായി ആ പാത ഷൗക്കത്തിനും ഒരു MLA എന്നുള്ളതിലേക്ക് UDF ശക്തിപ്പെടുത്തുവാൻ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും. എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും ഈ MLA-മാരുടെ എണ്ണ 12-ൽ നിന്ന് 13 ജില്ലയിൽ. അതെ, അതിപ്പോ ഇത് 16 അടുത്ത തെരഞ്ഞെടുപ്പോട് കൂടി 16 ആദ്യം റിസൾട്ട് വന്ന് ആദ്യം തന്നെ പാണക്കാട്ടേക്കാണല്ലോ വരുന്നത്. തീർച്ചയായും നിലമ്പൂരിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗ് ആദ്യം മുന്നൊരുക്കം എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി. ആ താഴെ തട്ടിലെ അണികളെ മുഴുവൻ സജ്ജരാക്കാൻ തെരഞ്ഞെടുപ്പിൽ സജ്ജരാക്കി. അത് കഴിഞ്ഞ് ഉള്ളൊരുക്കം എന്ന് പറയുന്ന പരിപാടി. മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡല പ്രസിഡന്റൊക്കെ ഇവിടെയുണ്ട്, ഇക്ബാൽ മാസ്റ്ററൊക്കെ എൻ്റെ ഇവിടെയുണ്ട്. വളരെ സജ്ജമായതിന് വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ തുടക്കത്തിൽ മുസ്ലിം ലീഗായിരുന്നു മുന്നിൽ, കോൺഗ്രസ് കുറച്ച് പിറകിലായിരുന്നു. പിന്നീട് ഒരുമിച്ച് UDF-ൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം. ഞാനെൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് ഇവിടെ കുടപ്പനക്കുന്നിൽ വാട്ടലന്ത് തങ്ങൾ ഹജ്ജിന് പോയതായിരുന്നു. ഫോണിലൂടെ ആദ്യം എനിക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് ഹജ്ജിന് പോയത്. മാത്രമല്ല ഹജ്ജ് കഴിഞ്ഞ് നേരെ 4 മണിക്ക് അങ്ങോട്ടേക്ക് എത്തിയത്. തങ്ങൾ എത്തിയിട്ട് നേരെ നിലമ്പൂരേക്കാണ് വന്നത്. ഹജ്ജ് കഴിഞ്ഞ് വന്ന് നേരെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നേരെ തങ്ങൾ നിലമ്പൂർ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് അതിന് നേതൃത്വം നൽകി. അതിനുവേണ്ട ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്. എപ്പോഴും നമുക്കറിയാം UDF-ൽ എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നത് എപ്പോഴും എല്ലാ കാലത്തും. PK പണ്ടൊക്കെ പറയാറുണ്ട്, പിന്നെ മാണി സാറ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉമ്മൻചാണ്ടി എഴുതാൻ. അതേപോലെ തന്നെ മലപ്പുറത്ത് എനിക്ക് മിസ് ചെയ്യുന്നത്, മലപ്പുറത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവസാനം അത് കുഞ്ഞാപ്പയും കുഞ്ഞാക്കയും കൂടി ഇരുന്നാൽ തീരുന്ന ഒരു കാലമുണ്ടായി. അതിന് കുഞ്ഞാക്കയില്ല. ആ ഒരു ഉത്തരവാദിത്വം കുഞ്ഞാക്ക ഇല്ലെങ്കിലും ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുമെന്ന തീരുമാനത്തോടു കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലമ്പൂരിൽ വന്ന് അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. ഇത്രമാത്രം എന്താ പറയുക, ഒരു ചെറിയൊരു ലൂപ്പോൾ പോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാ ഓട്ടയടച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയത്. അതിന് UDF അതിന് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് എന്ന വാസ്തവത്തിൽ എനിക്കറിയില്ല. എന്തൊക്കെയായാലും അതിനുകൂടി വേണ്ടിയാണ്